ഇന്നത്തെ വീഡിയോ 10ാം ക്ലാസ്സിലെ മാത്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ അരിത്തമെറ്റിക് സീക്വൻസ്. ഈ ചാപ്റ്ററിലെ ടെക്സ്റ്റ് ബുക്കിലെ 30ാമത്തെ പേജിലെ ലാസ്റ്റ് എക്സസൈസ് അതാണ് ചെയ്യുന്നത്. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് 4 അരിത്തമെറ്റിക് സീക്വൻസ് വിത്ത് സം ഓഫ് ദ ഫസ്റ്റ് 4 ടേംസ് 100. ആദ്യത്തെ 4 പദങ്ങളുടെ തുക 100 ആയിട്ടുള്ള 4 അരിത്തമെറ്റിക് സീക്വൻസ് സമാന്തര ശ്രേണികൾ എഴുതുക. ചെയ്ത് നോക്കാം. ഇവിടെ സം ഓഫ് ഫസ്റ്റ് 4 ടേംസ് ഈക്വൽ ടു അത് 100 തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ടേം പ്ലസ് 4th ടേം ഈക്വൽ ടു 100/2 ഈക്വൽ ടു 50. ഇവിടെ നമ്പർ ഓഫ് ടേംസ് ഈവൻ നമ്പർ ആയതുകൊണ്ട് തന്നെ നമുക്ക് മിഡിൽ ടേം എത്രയാണെന്ന് കണ്ടുപിടിച്ചിട്ട് ചെയ്യാൻ പറ്റില്ല. മിഡിൽ ടേം എന്ന് വെച്ചാൽ നമ്മൾ ഈ ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം എടുത്തിട്ട് ആ 4th ടേം എടുത്ത് അത് ബൈ 2 ചെയ്താൽ നമുക്ക് ഇതിലെ ഒരു ടേം അല്ല കിട്ടുക. പക്ഷെ ആ മെത്തേഡ് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും ഇവിടെ കൂട്ടിയിട്ട് അപ്പോൾ 2 ടേം അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന അത് തന്നെയായിരിക്കും സമ്മ്. അപ്പോൾ സമ്മ് ഇവിടെ 100 ആണെങ്കിൽ ഫസ്റ്റ് ടൈം പ്ലസ് ലാസ്റ്റ് ടൈം കൂട്ടുമ്പോൾ കിട്ടുന്ന ആ നമ്പറിനെ 2 കൊണ്ട് ഗുണിച്ചാലാണ് സമ്മ് കിട്ടുന്നത് ഞാൻ പറഞ്ഞു. അപ്പോൾ ആ 100നെ ആ സമ്മിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നതായിരിക്കും ഫസ്റ്റ് ടൈമും 4th ടേമും കൂടെ കൂട്ടുന്നത്. അത് 50. അതുപോലെ തന്നെ സെക്കൻഡ് ടൈം പ്ലസ് 3rd ടൈം ഈക്വൽ ടു അതും 100/2 ആയിരിക്കും, 50. പക്ഷെ ഇതിൽ നിന്ന് നമുക്ക് സീക്വൻസിൽ നമ്പേഴ്സ് ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ കോമൺ ഡിഫറൻസ് ഏതെങ്കിലുമൊക്കെ എടുത്തിട്ട് ഫസ്റ്റ് ടൈമും ലാസ്റ്റ് ടൈമും കൂട്ടുമ്പോൾ നമുക്ക് 50 കിട്ടണം. അതുപോലെ ഫസ്റ്റ് ടൈമും 4th ടൈം കൂട്ടുമ്പോൾ 50 കിട്ടണം. അതുപോലെ സെക്കൻഡ് ടൈമും 3rd ടൈമും കൂട്ടുമ്പോൾ 50 കിട്ടുന്ന ഏതെങ്കിലും നമ്പേഴ്സ് സെലക്ട് ചെയ്തിട്ട് അത് ഒരേപോലെ കോമൺ ഡിഫറൻസ് വരുന്ന രീതിയിൽ നമുക്ക് എഴുതാം. അപ്പോൾ ഇവിടെ ചെയ്യാൻ ശ്രമിക്കുന്നത് നമുക്ക് ഓരോന്നിനും ഓരോന്നായിട്ട് കോമൺ ഡിഫറൻസ് കാണാം. ആദ്യം ഞാൻ ഫസ്റ്റ് ടൈം 10 എന്ന് വിചാരിക്കും. ഫസ്റ്റ് ടൈം 10 നിർത്തും. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ 4th ടൈം ഈക്വൽ ടു 40 ആയിരിക്കും. കാരണം 10ഉം 40ഉം കൂട്ടി നമുക്ക് 50 കിട്ടണം. പക്ഷേ നമുക്ക് കോമൺ ഡിഫറൻസ് അറിയില്ല. അപ്പോൾ ഇവിടെ നമ്മൾ ഫസ്റ്റ് ടൈം 10 നിർത്തി. അതുപോലെ 4th ടൈം ഈക്വൽ ടു 40 എന്ന് നിർത്തും. ഇനി ഫസ്റ്റ് ടൈമിൻ്റെ കൂടെ 3 പ്രാവശ്യം ഡി കൂട്ടുന്നതായിരിക്കും നമ്മുടെ 4th ടൈം. ഇതിപ്പോൾ ചെറിയ ക്വസ്റ്റ്യനാണ്, ഡി കണ്ടുപിടിച്ചില്ലെങ്കിൽ നമുക്ക് മനസ്സിൽ കണക്കൂട്ടി എഴുതാവുന്നതേ ഉള്ളൂ. എങ്കിലും ഞാൻ ആ സിസ്റ്റമായിട്ട് അത് ആ സ്റ്റെപ്പായിട്ട് തന്നെ എഴുതുന്നു. അപ്പോൾ ഫസ്റ്റ് ടൈം 10 പ്ലസ് 3 പ്രാവശ്യം ഡി കൂട്ടുന്നു. 3 ഇൻറ്റു കോമൺ ഡിഫറൻസ്, അപ്പോൾ 3D എന്ന് എഴുതുന്നു ഈക്വൽ ടു 40 ആണ്. അപ്പോൾ 3D ഈക്വൽ ടു 40 മൈനസ് 10 ഈക്വൽ ടു 30 ആണ്. Therefore D is equal to 30/3 ഈക്വൽ ടു നമുക്ക് 10 എന്ന് കിട്ടി. അപ്പോൾ കോമൺ ഡിഫറൻസ് 10 ആയിട്ടുള്ള ഒരു സീക്വൻസ് ആണ്. അപ്പോൾ നമുക്ക് സീക്വൻസ് ഈക്വൽ ടു ഫസ്റ്റ് ടൈം 10, സെക്കൻഡ് ടൈം 20, 3rd ടൈം 30, 4th ടൈം 40. 10ഉം 20ഉം 30ഉം 30, 60ഉം 40ഉം 100 സമ്മ് നമുക്ക് 100 കിട്ടുന്നുണ്ട്. അതുപോലെ ഫസ്റ്റ് ടൈമും 4th ടൈമും കൂട്ടിയാൽ 50 ആണ്. അതിൽ നിന്നാണ് നമ്മൾ ഇത് കൊണ്ടുവന്നത്. അതുപോലെ സെക്കൻഡ് ടൈമും 3rd ടൈമും കൂട്ടിയാലും 50 കിട്ടും. ഇതിൻ്റെ സമ്മ് 100 ആണ്. അങ്ങനെ ഒരു സീക്വൻസ് ഉണ്ട്. അതുകൊണ്ട് 4 എണ്ണം എഴുതാനാണ് ക്വസ്റ്റ്യൻ പറഞ്ഞത്. ഇനി രണ്ടാമത്തെ നമുക്ക് എഴുതാം. ഫസ്റ്റ് ടൈം നമുക്ക് 1 എന്ന് കൊടുത്തു. ഫസ്റ്റ് ടൈം ഈക്വൽ ടു 1. അപ്പോൾ എന്തായാലും 4th ടൈം ഈക്വൽ ടു അത് 49 ആവണം. കാരണം 1ഉം 49ഉം കൂട്ടിയാൽ നമുക്ക് 50 കിട്ടും. ഇനി കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്ത പോലെ തന്നെ ഫസ്റ്റ് ടൈം 1 ആണ്, ഫസ്റ്റ് ടൈം 1. അപ്പോൾ 1 പ്ലസ് ഫസ്റ്റ് ടൈമിലൂടെ 3 പ്രാവശ്യം ഡി കൂട്ടിയാലാണ് നമുക്ക് 4th ടൈം കിട്ടുന്നത്. അപ്പോൾ 3 ഇൻറ്റു കോമൺ ഡിഫറൻസ് ഞാൻ 3D എന്ന് എഴുതുന്നു ഈക്വൽ ടു 49 ആണ്. അപ്പോൾ 3D ഈക്വൽ ടു 49 മൈനസ് 1 ഈക്വൽ ടു 48. Therefore D ഈക്വൽ ടു 48/3 ഈക്വൽ ടു നമുക്ക് 16 എന്ന് ആൻസർ. അപ്പോൾ ഫസ്റ്റ് ടൈം 1 ആണ്, കോമൺ ഡിഫറൻസ് 16 ആണ്. ഇത്രയും കിട്ടി നമുക്ക് എളുപ്പത്തിൽ. അപ്പോൾ അരിത്തമെറ്റിക് സീക്വൻസ് ഫസ്റ്റ് ടൈം 1, 1ൻ്റെ കൂടെ
16 കൂട്ടുന്നു. സെക്കൻഡ് ടൈം 17 17. വീണ്ടും 16 കൂട്ടുന്നു. തേർഡ് ടൈം 33. ഫോർത്ത് ഡേ നമുക്ക് നേരത്തെ അറിയാം 49 എക്സെട്ര. അപ്പോൾ 1 49 50 33 17 50. കൂട്ടിയാൽ നമുക്ക് ടോട്ടൽ 100 സമ്മായിട്ട് കിട്ടും. ഇനി അതിൽ മൂന്നാമത്തെ സീക്വൻസ്. ഞാൻ ഫസ്റ്റ് ടൈമിനെ 22 എന്നെടുക്കുന്നു. ഫസ്റ്റ് ടൈം ഈക്വൽ ടു 22. അപ്പോൾ ഫോർത്ത് ടൈം ഈസ് ഈക്വൽ ടു, അപ്പോൾ 50 നിന്ന് 22 കുറച്ചാൽ ഫോർത്ത് ടൈം 28. ഇനി ഫസ്റ്റ് ടൈമിൻ്റെ കൂടെ 3 പ്രാവശ്യം കോമൺ ഡിഫറൻസ് കൂട്ടണം. അപ്പം 22 പ്ലസ് 3d ഈക്വൽ ടു അത് 28 ആണ്. അപ്പോൾ 3d ഈക്വൽ ടു 28 മൈനസ് 22 ഈക്വൽ ടു 6 എന്ന് നമുക്ക്. Therefore d ഈക്വൽ ടു 6 ഡിവൈഡ് ബൈ 3 ഈക്വൽ ടു 2 എന്ന് കിട്ടും. അപ്പോൾ ഇവിടുത്തെ കോമൺ ഡിഫറൻസ് 2 ആണ്. അപ്പോൾ അരിത്തമെറ്റിക് സീക്വൻസ് ഫസ്റ്റ് ടൈം 22 ആണ്, 22. കോമൺ ഡിഫറൻസ് 2 ആണ്, അതുകൊണ്ട് 24 അടുത്ത ടൈം, 26 അടുത്ത ടൈം, 28 അടുത്ത ടൈം എക്സെട്ര. ചെക്ക് ചെയ്ത് നോക്കുക. 22ഉം 28ഉം കൂട്ടിയാൽ 50 കിട്ടും. നമ്മൾ അത് വെച്ചിട്ടാണ് നമ്മൾ സീക്വൻസ് ആദ്യം ഫസ്റ്റ് ടൈം ഫോർത്ത് ടൈം എഴുതിയത്. ഇനി 24 26 കൂട്ടിയാലും 50 കിട്ടും. അപ്പോൾ ഇവിടെ സമ്മ് 100 ആയിട്ടുള്ള ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. കോമൺ ഡിഫറൻസ് ഇവിടെ 2 ആണ്. ഇനി നാലാമത്തെ സീക്വൻസ്. ഞാൻ ഫസ്റ്റ് ടൈമിനെ 16 എടുക്കുന്നു. ഇത് തന്നെ എടുക്കണമെന്നില്ല, നമുക്ക് കോമൺ ഡിഫറൻസ് 3 ആയിട്ട് എടുക്കാൻ പറ്റുന്ന 3D നമുക്ക് 3D എടുക്കുമ്പോൾ നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ആണെങ്കിൽ എളുപ്പമുണ്ട്, നമുക്ക് ഫ്രാക്ഷൻ വരാതിരിക്കും. അല്ലാതെ നമുക്ക് ഇഷ്ടമുള്ള ഏത് നമ്പർ എടുത്താലും ഫസ്റ്റും ലാസ്റ്റും കൂട്ടുമ്പോൾ 50 കിട്ടുന്ന ഏത് നമ്പർ എടുത്താലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മൾ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുമ്പോൾ അത് ഡെസിമലോ ഫ്രാക്ഷനോ ആയി പോകാതിരിക്കാൻ വേണ്ടിയാണ് ഈ നമ്പർ എടുക്കുന്നത്. ഇത് തന്നെ ആവണം എന്നൊരു നിർബന്ധമില്ല. അങ്ങനെ ഫസ്റ്റ് ടൈമും ലാസ്റ്റ് ടൈമും കൂട്ടിയാൽ 50 കിട്ടുന്ന ഏത് നമ്പർ നമുക്ക് എടുക്കാം. അപ്പോൾ ഫസ്റ്റ് ടൈം ഈസ് ഈക്വൽ ഞാനിവിടെ 16 എടുത്തു, 16. അപ്പോൾ ഇവിടെ ഫോർത്ത് ടൈം ഈക്വൽ ടു, അപ്പോൾ 50 നിന്ന് നമ്മൾ 16 കുറച്ചിട്ട് കിട്ടുന്ന സംഭവം 34. ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ 16 പ്ലസ് ഫസ്റ്റ് ടൈം പ്ലസ് 3 ഇൻറ്റു കോമൺ ഡിഫറൻസ് 3d ഈക്വൽ ടു നമുക്ക് 34 കിട്ടും. അപ്പോൾ 3d ഈക്വൽ ടു 34 മൈനസ് 60 ഈക്വൽ ടു 18 എന്ന് കിട്ടി. Therefore d ഈക്വൽ ടു 18/3 18/3 6 എന്ന് കിട്ടി. അപ്പോൾ ഇവിടെ കിട്ടിയ കോമൺ ഡിഫറൻസ് 6 ആണ്. അപ്പോൾ അരിത്തമെറ്റിക് സീക്വൻസ് ഫസ്റ്റ് ടൈം 16, സെക്കൻഡ് ടൈം 16ഉം 6ഉം 22, തേർഡ് ടൈം 22ഉം 6ഉം 28, ഫോർത്ത് ടൈം നമുക്കറിയാം 34. അപ്പോൾ 16ഉം 34ഉം കൂട്ടിയാൽ നമുക്ക് 50 കിട്ടും. 22ഉം 28 കൂട്ടിയാലും 50 കിട്ടും. ഇപ്പോൾ 50 50 100, ഇതിൻ്റെ സമ്മ് 100 ആയിട്ടുള്ള ഒരു സീക്വൻസ് ആണ്. അപ്പോൾ 16 22 28 34 എക്സെട്ര. ഇതാണ് ഈ അരിത്തമെറ്റിക്. ഇതിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ. ദ ഫസ്റ്റ് ടേം ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 5 ആൻഡ് ദ സം ഓഫ് ദ ഫസ്റ്റ് 6th ടേം 6 ടേംസ് ഈസ് 105. കാൽക്കുലേറ്റ് ദ ഫസ്റ്റ് 6 ടേംസ് ഓഫ്. ഒരു സമാന്തര ശ്രേണിയിലെ ആദ്യ പദം 5, അതുപോലെ ആദ്യത്തെ 6 പദങ്ങളുടെ തുക 105 ആണ്. അപ്പോൾ ആദ്യത്തെ 6 പദങ്ങൾ കണ്ടുപിടിക്കുക. ചെയ്ത് നോക്കാം. തന്നിട്ടുള്ള കാര്യങ്ങൾ ഫസ്റ്റ് ടേം ഈസ് ഈക്വൽ ടു 5 ആണ്. സം ഓഫ് ഫസ്റ്റ് 6 ടേംസ് 105 ആണ്. 105 എന്ന് എഴുതി വെച്ചു. അപ്പോൾ ഇവിടെ 6 ടേംസ് ആണുള്ളത്. 6 എന്നുള്ളത് ഒരു ഇവൻ നമ്പറാണ്. അതുകൊണ്ട് നമുക്ക് മിഡിൽ ടേം എടുത്തിട്ട് ചെയ്യാൻ ഇവിടെ പറ്റില്ല. കാരണം മിഡിൽ ടേം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടൈമും ലാസ്റ്റ് ടൈമും കൂട്ടിയിട്ട് അതിൻ്റെ പകുതി എടുത്താൽ അത് ഇതിലെ ഒരു ടേം ആയിരിക്കും. ഓഡ് നമ്പേഴ്സ് ആണ്, ഒറ്റ സംഖ്യകളാണ് ഇതിൻ്റെ എണ്ണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് മിഡിൽ ടേം എടുത്തിട്ട് അത് എത്രാമത്തെ ടേം ആണെന്നൊക്കെ നോക്കി നമുക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ മിഡിൽ ടേം എടുത്താൽ, അതായത് ഫസ്റ്റ് ടൈമും ലാസ്റ്റ് ടൈമും എടുത്തിട്ട് അതിൻ്റെ സമ്മിനെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നത് ഇതിലെ ഒരു ടേം ആയിരിക്കും. അപ്പോൾ ആ വഴി നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇനി ചെയ്യേണ്ടത്
ഈ ഫസ്റ്റ് ടേമും 6th ടേമും കൂട്ടുന്നതും അതുപോലെ സെക്കൻഡ് ടേമും 5th ടേമും കൂട്ടുന്നതും തേർഡ് ടേമും 4th ടേമും കൂട്ടുന്നതും ഇതെല്ലാം കൂടെ കൂട്ടിയാൽ നമുക്ക് സം ഓഫ് ഫസ്റ്റ് 6 ടേം കിട്ടും. അപ്പോൾ നമുക്കൊന്ന് എഴുതി നോക്കാം. ഫസ്റ്റ് ടേം പ്ലസ് 6th ടേം ഇതിനെ ഒരു ഗ്രൂപ്പാക്കി വെച്ചു. അപ്പോൾ 2 ടേം ഇവിടെ വന്നു. പ്ലസ് അടുത്തത് സെക്കൻഡ് ടേം പ്ലസ് 6th ടേമിൻ്റെ പുറകിലുള്ളത് 5th ടേം പ്ലസ് തേർഡ് ടേം പ്ലസ് 4th ടേം. ഇവിടെ 3 ഗ്രൂപ്പുകളാണ്. അപ്പോൾ നമുക്കിവിടെ 6 ടേം ഇവിടെ വന്നിട്ടുണ്ട്. ഫസ്റ്റ് ടേമും 6th ടേമും ഒരു ഗ്രൂപ്പ്, അതുപോലെ സെക്കൻഡ് ടേമും 5th ടേമും ഒരു ഗ്രൂപ്പാക്കി, തേർഡ് ടേമും 4th ടേമിനെയും ഓരോ ഗ്രൂപ്പുകളാക്കി. അപ്പോൾ നമുക്കിവിടെ 3 ഗ്രൂപ്പുകളുണ്ട്. ഇവിടെ ടോട്ടൽ ഈക്വൽ ടു നമുക്കിവിടെ സമ്മ് 105 തന്നെയാണ്, 105 കിട്ടി. അപ്പോൾ ഈ 3 ഗ്രൂപ്പുകളും നമുക്ക് മിഡിൽ ടേം എന്ന് എഴുതാൻ പറ്റില്ല, കാരണം മിഡിൽ ടേം അല്ലാത്തതുകൊണ്ട്. പക്ഷേ ഇതെല്ലാം ഈക്വൽ ആയിരിക്കും. മിഡിൽ ടേം ചെയ്യുന്നത് പോലെ തന്നെയാണ് നമ്മൾ ചെയ്തത്. പക്ഷേ ഈവൻ നമ്പർ എണ്ണം ഈവൻ നമ്പർ ആയതുകൊണ്ട് കറക്റ്റായിട്ട് ആ മിഡിൽ ടേം എടുത്താൽ കിട്ടുന്ന ഇതിലെ ഒരു ടേം ആയിരിക്കില്ല. അതുകൊണ്ട് നമ്മളിങ്ങനെ ബൈ 2 എന്ന് ഇട്ടിട്ടില്ല, ഇങ്ങനെ എഴുതി വെച്ചു. അപ്പോൾ ഈ 3 ഗ്രൂപ്പുകളും ഇതും ഈ സെക്കൻഡ് ഗ്രൂപ്പും അതുപോലെ തേർഡ് ടേം പ്ലസ് 4th ടേം എഴുതുന്നതെല്ലാം ഈക്വൽ തന്നെ ആയിരിക്കും. അപ്പോൾ അതിൽ നമ്മൾ ഒന്നിനെ സെലക്ട് ചെയ്തു. നമുക്ക് അറിയാവുന്ന ഫസ്റ്റ് ടേമാണ്, അതുകൊണ്ട് ഫസ്റ്റ് ടേമിൻ്റെ ഗ്രൂപ്പ് എടുത്തു. ഫസ്റ്റ് ടേം പ്ലസ് 6th ടേം ഈക്വൽ ടു 3 ഗ്രൂപ്പുകൾ. അപ്പം 105/3 ഈക്വൽ ടു 35 ആയിരിക്കും. ഇവിടെ ഫസ്റ്റ് ടേമും 6th ടേമും കൂടെ കൂട്ടിയാൽ നമുക്ക് കിട്ടുന്നത് 35 ആയിരിക്കും, കാരണം ഇതെല്ലാം ഈക്വൽ ആണ് അതുകൊണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടേം അറിയാം, 5 പ്ലസ് 6th ടേം ഈക്വൽ ടു 35 ആണ്. അപ്പോൾ നമുക്ക് 6th ടേം കിട്ടണം. അപ്പോൾ 6th ടേം ഈക്വൽ ടു 35 മൈനസ് 5. 35 5 കുറച്ചാൽ നമുക്ക് 30. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ പദവും 6ാമത്തെ പദവും നമുക്ക് കിട്ടി. അപ്പോൾ എല്ലാ ടേമുകളും നമുക്ക് കാണണം. അപ്പോൾ ഈ ഒന്നാമത്തെ ടേമിൻ്റെ കൂടെ, അതായത് ഫസ്റ്റ് ടേം പ്ലസ് 6ാമത്തെ ടേം എന്ന് പറയുന്നത് ഒന്നാമത്തെ ടേമിൻ്റെ കൂടെ 5 പ്രാവശ്യം കോമൺ ഡിഫറൻസ് കൂട്ടുന്നതാണ്. അപ്പോൾ 5 ഇൻറ്റു ഡി എന്ന് നമ്മൾ എഴുതി, ഈക്വൽ ടു നമുക്ക് 30 ആണ്. 5 പ്ലസ് 5d ഈക്വൽ ടു 30. 5d ഈക്വൽ ടു 30 മൈനസ് 5 സമം 25 കിട്ടും. Therefore d ഈക്വൽ ടു 25/5 ഈക്വൽ ടു 5 എന്ന് നമുക്ക് കിട്ടി. ഇപ്പോൾ നമുക്ക് പ്രോഗ്രഷന് വേണ്ട, അതായത് സമാന്തര ശ്രേണിക്ക് അരിത്തമെറ്റിക് സീക്വൻസിന് വേണ്ട കാര്യങ്ങളൊക്കെ കിട്ടി. ഫസ്റ്റ് ടൈം നമുക്കറിയാം, കോമൺ ഡിഫറൻസ് അറിയാം. ഇനി ഒരു പ്രശ്നമില്ല, നമുക്ക് സീക്വൻസ് എഴുതിയാൽ. ഫസ്റ്റ് ടൈം 5, സെക്കൻഡ് ടൈം 10, തേർഡ് ടൈം 15, ഫോർത്ത് ടൈം 20, 25, സിക്സ്ത് ടൈം 30, എക്സെട്ര. അപ്പോൾ ഫസ്റ്റ് ടൈം 5 ആണ്, കോമൺ ഡിഫറൻസ് 5 ആണ്. 5 5 10, 10 5 15, 15 5 20, 25 25, 25 5 30. ഇതിൻ്റെ സമ്മ് 105 ആണ് കിട്ടേണ്ടത്. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 5ഉം 10ഉം 15, 15ഉം 15ഉം 30, 30 20ഉം 50, 50ഉം 25ഉം 75, 75 30, 105. നമ്മുടെ ആൻസർ കറക്റ്റ്.